Once again, welcome back to PPF Physics classes. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് applications of dimensional analysis. The last class we have discussed about the dimensions of different physical quantities. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്രയും ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്, അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഡയമെൻഷൻ അനാലിസിസിൽ മെയിൻ ആയിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് to check the dimensional correctness of an equation or dimensional consistency of an equation. ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. മനസ്സിലായിട്ടുണ്ടാവല്ലോ, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് an equation. ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻസ് കറക്റ്റ് ആണോ എന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് തന്നാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ +1 സിലബസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഹൗ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രിൻസിപ്പിള് പഠിച്ചു വെക്കണം. അതിൽ ആ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ ആ പ്രിൻസിപ്പിൾ എന്താണ് നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എങ്ങനെയാണ്, if the dimensions of each terms on both sides of the equations are the same, then the equation is dimensionally correct. If the dimensions of each terms on both sides of the equation are the same, then the equation is dimensionally correct. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ കിട്ടിയാൽ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഇക്വേഷൻസിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടാവും. അപ്പൊ അതിൽ ഓരോ ടേമിൻ്റെതും എത്ര ടേം ഉണ്ടോ ആ ഓരോ ടേമിൻ്റെതും ഡയമെൻഷൻസ് നമ്മൾ നോക്കാം. ആ ഡയമെൻഷൻസ് ഒക്കെ ഈക്വൽ ആണോ നോക്കാം, അത് കറക്റ്റ് ആണോ നോക്കാം. ആ ഡയമെൻഷൻസ് ഒക്കെ സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും, ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻസ് ആർ ദ സെയിം, ദെൻ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ, മനസ്സിലായിട്ടില്ലേ? ഒരു ഇക്വേഷൻ നമുക്ക് തന്നാല് ആ ഇക്വേഷൻ ഹൗ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻസിലെ ഓരോ ടേമിൻ്റെതും ഡയമെൻഷൻ എന്താ നമ്മൾ കണ്ടുപിടിക്കണം. ആ ഡയമെൻഷൻസ് ഒക്കെ തന്നെ സെയിം ആണെങ്കിൽ നമുക്ക് എന്താ പറയാം, ദാറ്റ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അതർവൈസ് ദ ഇക്വേഷൻ ഈസ് റോങ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ തന്നെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് may be added together or subtracted from one another only if they have the same dimensions. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1 kilogram length plus 1 kilogram mass, what it mean? മീനിങ്ലെസ് ആണ്. 1 kilogram ലെങ്ത്തിനോട് എന്ത് ചെയ്യാൻ കഴിയില്ല ഒരിക്കലും. 1 kilogram മാസിന്റെ കൂടെ 1 മീറ്റർ ലെങ്ത് ആഡ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നമുക്ക് 1 മീറ്റർ ലെങ്ത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, 1 മീറ്റർ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ലെങ്ത്തിന്റെ കൂടെ ലെങ്ത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, മാസിന്റെ കൂടെ ടൈം ആഡ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സെയിം ഡയമെൻഷൻസിലുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് മാത്രമാണ് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പൊ അത് നമുക്ക് ഡിഫറെന്റ്, അത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ടുഗദർ ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം വൺ അനദർ ഓൺലി ഇഫ് ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻസ്. ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മാത്രമാണ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അതുപോലെ സബ്ട്രാക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാനോ വിഷയമില്ല. ലെങ്ത് ഇൻറ്റു മാസ് ചെയ്താലും പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. ലെങ്ത് ഡിവൈഡ് ബൈ ടൈം, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോഴോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചെയ്യാം. അതേസമയം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് എന്ത് പാടുള്ളൂ, സെയിം ക്വാണ്ടിറ്റി, സെയിം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ വെരി സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഇൻ എ കറക്റ്റ് ഫിസിക്കൽ റിലേഷൻ ഓർ എൻ ഇക്വേഷൻ ദ ഡയമെൻഷൻസ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു ദ ഡയമെൻഷൻസ് ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്.
ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര ടേംസ് ഉണ്ടോ അതിന്റെ ടേമിന്റെ ഒക്കെ ഡയമെൻഷൻ നോക്കുക. അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. അത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരു ആവർത്തി വായിച്ചു നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സേസ് ദാറ്റ് if the dimensions of each term on both sides of the equations are the same, then the equation is dimensionally correct. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. The magnitude of physical quantities may be added together or subtracted from one another only if they have the same dimensions. In a correct physical relation, the dimensions of LHS should be equal to the dimensions of RHS. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡയമെൻഷണൽ വാലിഡിറ്റി ഓഫ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് നിങ്ങളെ മനസ്സിൽ ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. ഈ അപ്പോൾ വിച്ച് പ്രിൻസിപ്പിൾ വി ഹാവ് ടു യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ എന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് ഇറ്റ്സ് ആൻസർ? ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. ശ്രദ്ധിക്കുക, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ഇക്വേഷൻ x is equal to v0t plus half at square. x is equal to v0t plus half at square. അപ്പോൾ ഓരോ ടേമും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. x represent displacement, v0 initial velocity, a is the acceleration and t is the time. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിക്കാം. അടുത്ത ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ചെക്ക് ചെയ്യും. അതിന്റെ അടുത്ത ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾ തനിച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറഞ്ഞത്? ഈ ഇക്വേഷനിലെ ഓരോ ടേമിൻ്റെതും ഡയമെൻഷൻസ് നോക്കിയിട്ട് ആ ടേമിന്റെ ഒക്കെ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. ചെക്ക് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ നോക്കാം. ഇപ്പൊ ഡയമെൻഷൻ ഓഫ് LHS, റീഡ് ആസ് ഡയമെൻഷൻ ഓഫ് LHS. ഇവിടെ LHS ആരാളുള്ളത്? എക്സ് ആണുള്ളത്. എക്സ് എന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ലെങ്ത്. വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? യെസ്, വെരി ഗുഡ്. L is the dimension of displacement. Good. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ഒരു ടേം കിട്ടി. ഇനി രണ്ടാമത്തെ ടേം നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം ആണ്. അപ്പൊ ഡയമെൻഷൻ ഓഫ് RHS. ഏതാ ടേം ഇവിടെ ഉള്ളത്? v0t. ഗുഡ്. ഡയമെൻഷൻ ഓഫ് v0t. അപ്പൊ ഡയമെൻഷൻ ഓഫ് v0 എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. വാട്ട്സ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതി പഠിച്ചിട്ടുള്ളതാണ്. എന്താ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്? L(t⁻⁻1). അത് മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ ലെങ്ത് ഡിവൈഡ് ബൈ ടൈം, L ഡിവൈഡ് ബൈ t. L(t⁻⁻1). ഗുഡ്. അപ്പൊ L(t⁻⁻1). then t, ടൈമിന്റെ ഡയമെൻഷൻ t തന്നെ. ഗുഡ്. അപ്പൊ ഇവിടെ അടുത്ത ടേം എന്താ? ഇവിടെ എന്താ ടേംസ് വരാ? L(t⁻⁻1) into t. t എന്നാണ് ആക്ച്വലി എന്താണ്? t⁻1 ആണ്. അപ്പൊ t⁻1 into t⁻1 എന്ന് പറയുന്നത് എന്താണ്? t⁻1 into t⁻1. എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പഠിച്ചത്. പവേഴ്സ് എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? t⁻1 എന്ന് പറയുമ്പോൾ പവേഴ്സ് ആഡ് ചെയ്യുക. t⁻1 plus 1. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ എന്ത് കിട്ടും? t⁻0 എന്ന് കിട്ടും. t⁻0 എന്ന് പറഞ്ഞാൽ 1. അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതിയാൽ മതി? L എന്ന് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഒന്നാമത്തെ ടേമിന്റെ രണ്ടാമത്തെ ടേമിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ഇവിടെ L തന്നെയാണ്. ഓക്കെ, എന്റെ കൂടെ നിങ്ങൾ വരുന്നില്ലേ? കൂടെ വരണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് അടുത്ത RHS അടുത്ത ടേം. RHS നെക്സ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എന്താ ഇവിടെ ക്വാണ്ടിറ്റി എന്താ ഉള്ളത്? ഹാഫ് at². അല്ലേ? അപ്പൊ ഈ ഹാഫ് എന്നൊരു ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ കിടന്നുണ്ട്. വി ഹാവ് നോ ഐഡിയ അബൌട്ട് ദ ഡയമെൻഷൻ ഓഫ് നമ്പർ. അപ്പൊ അങ്ങനെ നമ്പർ വന്നാല് അതിന്റെ ഡയമെൻഷനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഹാഫ് ആണോ 1/4 ആണോ 1/3 ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അതിന്റെ ഡയമെൻഷൻ ആണ് നോക്കുക.
അപ്പൊ ഇവിടെ അടുത്ത ടേം വരാനുള്ളത് എ. എന്താണ്? ആക്സലറേഷൻ. ആക്സലറേഷന്റെ ഡയമെൻഷൻ ലാസ്റ്റ് ക്ലാസ് പഠിച്ച് നിങ്ങൾ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലേ? യെസ്, ടെൽ മീ വാട്ട്സ് ഡയമെൻഷൻ ഓഫ് ആക്സലറേഷൻ? ഗുഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ എൽ ടി റൈസ് ടു മൈനസ് 2. ഗുഡ്. അപ്പൊ എൽ ടി റൈസ് ടു മൈനസ് 2. ദെൻ ഹിയർ അടുത്ത ടേം ഇവിടെ എന്താ ഉള്ളത്? ടി സ്ക്വയർ. ടി സ്ക്വയർ എന്നാകുമ്പോൾ എന്താവുന്നത്? ടി സ്ക്വയർ. ഗുഡ്. അപ്പൊ ഇവിടെ എന്താ വരാം? ടി റൈസ് ടു മൈനസ് 2 ഇൻറ്റു ടി റൈസ് ടു 2. മുകളിൽ അതേപോലെ നിങ്ങൾ പറഞ്ഞാട്ടെ. ടി റൈസ് ടു മൈനസ് 2 പ്ലസ് 2. ഗുഡ്. ടി റൈസ് ടു മൈനസ് 2 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി റൈസ് ടു 0. വെരി ഗുഡ്. അപ്പൊ ടി റൈസ് ടു 0 ഈക്വൽ ടു 1. സോ ഇവിടെ എന്ത് വരും? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എന്ന് തന്നെ വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്ത് ഒന്ന് പ്രൊസീജിയർ നിങ്ങളൊന്ന് നോക്ക്. ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ടേം കണ്ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഡയമെൻഷൻ ഓഫ് സെക്കൻഡ് ടേം കണ്ടു, പിന്നെ ഡയമെൻഷൻ ഓഫ് തേർഡ് ടേം കണ്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞത് ഈച്ച് ടേംസ് സെയിം. ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓഫ് എ റിലേഷൻസ് ആർ ദ സെയിം, ദെൻ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പൊ എല്ലാ ടേമും എന്താണ്? സെയിം ആണ്. ഇവിടെ നമുക്ക് താഴെ എന്ത് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് LHS is equal to the dimension of RHS. So the given equation is dimensionally correct. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടാവും, സാർ നേരത്തെ ഈ ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയുന്നത് ദ ഗിവൺ ഇക്വേഷൻ ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ? ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ അല്ലേ, അപ്പൊ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പോരെ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇതേ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നു വിചാരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു V0t പ്ലസ് 1/4AT സ്ക്വയർ. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്താൽ ഈ ഇക്വേഷൻ കറക്റ്റ് എന്നാണോ റോങ് എന്നാണോ കിട്ടുക? യെസ്, കറക്റ്റ് എന്ന് കിട്ടും. കാരണം അത് തന്നെ 1/4 എന്തില്ല? ഡയമെൻഷൻ അനാലിസിസ് നോ ഐഡിയ. അപ്പൊ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇക്വേഷൻസ് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം, പക്ഷെ അതിന് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ നമ്മളോട് ഇങ്ങനെ 4 കിലോഗ്രാം ഒരു എമൗണ്ട്, 4 കിലോഗ്രാം ഓഫ് ദിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ 4, 5 നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കാതെ കിലോഗ്രാം ആണ് രണ്ട് സൈഡ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആകാത്തത് കൊണ്ടാണ്, ഈക്വൽ ആണോ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഈസ് കറക്റ്റ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. കാരണം ഇവിടെ ഒരു 1/2 വേണോന്ന് നമുക്കറിയില്ല. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഹൗ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേംസ് ഓഫ് ദ ഇക്വേഷൻ. ഇഫ് ദ ഡയമെൻഷൻസ് ആർ ദ സെയിം then the given equation is dimensionally correct. അപ്പൊ ഇതിപ്പോ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളും കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു ഇക്വേഷൻ തരാം, ആ ഇക്വേഷൻസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിൽ നമുക്ക് എന്താണ് അറിയേണ്ടത്? ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അറിയണം. അതിനാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസും ഡയമെൻഷൻ ഒക്കെ എഴുതി വെച്ചത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ്. പഠിക്കാനുള്ള സിമ്പിൾ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യൂണിറ്റ്സ്, ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്, LT⁻⁻1. ആക്സലറേഷൻ, നിങ്ങൾ എങ്ങനെയാ ആക്സലറേഷൻ ആദ്യം എന്താ പറഞ്ഞത്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാ പറഞ്ഞത്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകുമ്പോൾ LT⁻². അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് ഡയമെൻഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ പഠിച്ചാൽ വേറെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ഇക്വേഷൻസ് തരട്ടെ. ഓക്കെ, ആർ യു റെഡി? യെസ്, വെരി ഗുഡ്. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് നോക്കാം. T = 2π√L/g. ഈ ഇക്വേഷൻ എന്താണ്? ആ ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. L is the length of the simple pendulum. G is the acceleration due to gravity. അപ്പൊ നമുക്ക് അതൊക്കെ എന്താണെന്ന് അറിയേ വേണ്ടു. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാലോ. റെഡി അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഡയമെൻഷൻ ഓഫ് LHS, ഡയമെൻഷൻ ഓഫ് LHS that is equal to, ഇവിടെ ആരാ ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്? T ആണുള്ളത്. T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. ടൈമിന്റെ ഡയമെൻഷൻ തന്നെയാണ് T എന്നാണ്. ഗുഡ്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കിയാൽ മതിയാവും. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യൂലേ?
നിങ്ങളൊരു നോട്ട് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. നോട്ട് ബുക്ക് എടുക്കുക, ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതുക. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതിയാൽ മതി. ഡയമെൻഷൻ ഓഫ് RHS. ഒന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, ഇപ്പൊ ഡയമെൻഷൻ ഓഫ് RHS ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ് 2π ഇൻറ്റു റൂട്ട് L/G. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 2π, അതിനെന്തില്ല, വി ഹാവ് നോ ഐഡിയ അബൌട്ട് ദാറ്റ് ഡയമെൻഷൻ ഓഫ് 2π. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ആരെയുള്ള L/2π, ഡയമെൻഷൻ ഓഫ് റൂട്ട് ഉണ്ട് അവിടെ. റൂട്ട് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പെൻഡുലം. വാട്ട്സ് ദ ഡയമെൻഷൻ ഓഫ് L? ലെങ്ത് L ഡിവൈഡഡ് ബൈ G. എന്താണ് G? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് സെയിം ആസ് ആക്സലറേഷൻ. ആക്സലറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, L(t⁻²). അപ്പൊ അതിന്റെ റൂട്ട് ആണ് വേണ്ടത്. റൂട്ട് L/G എന്നായതുകൊണ്ട് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാണ് ഡയമെൻഷൻ. അപ്പൊ മുകളിലും താഴെയും ലെങ്ത് ആണുള്ളത്, എന്ത് ചെയ്യാം, നമുക്ക് L കട്ട് ചെയ്തു. പിന്നെ ബാക്കി എന്നുള്ള റൂട്ട് ഓഫ് L 1/t⁻² എന്നാണുള്ളത്. 1/t⁻². 1/x എന്ന് പറഞ്ഞാൽ എന്താ, x⁻⁻1. അപ്പൊ 1/x⁻1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, x ആയിരിക്കും അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. 1/x = x⁻⁻1 ആണ്. അപ്പൊ 1/x⁻1 അതാണ് x ആണ്. അപ്പൊ 1/t⁻² എന്തായിരിക്കണം? Yes, good, t². So that is equal to √t² എന്ന് കിട്ടും. √t² എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്തായിരുന്നു, x. റൂട്ട് ഓഫ് t² = t. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു t എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു, t ആയിരുന്നു. RHSന്റെ ഡയമെൻഷൻ എന്താണ് കിട്ടി, t എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്താ താഴെ എഴുതേണ്ടത്, ഡയമെൻഷൻ ഓഫ് LHS is equal to the dimension of RHS. So the given equation is dimensionally correct. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു ഇക്വേഷൻ തരാം. ഇക്വേഷൻസ് മാത്രം തരും. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, ഇക്വേഷൻ ഇതാണ്. F is equal to 2π into root k/m. F is the frequency dimension. ലാസ്റ്റ് ക്ലാസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. K is the force constant. അതിന്റെ ഡയമെൻഷൻ നമ്മൾ എഴുതിയിട്ടില്ല. ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത്. ഫോഴ്സ് ഡിവൈഡ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്, mL(t⁻²) ഡിവൈഡഡ് ബൈ L. L ക്യാൻസൽ ചെയ്ത പോലെ m(t⁻²) എന്ന് കിട്ടും. Then m is the mass. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അതിനുശേഷം നിങ്ങൾ വീഡിയോ നോക്കുക. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS. Dimension of LHS is equal to the dimension of frequency. What's the dimension of frequency? t⁻⁻1. അല്ലേ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയതാണ്. dimension of frequency equal to t⁻⁻1. Then ഇവിടെ RHS എത്ര ടേം ഉണ്ട്, ഒരു ടേം മാത്രമേ ഉള്ളൂ. So the dimension of RHS, that is equal to 2π into √k divided by m. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ട, 2π we have no idea. So എന്താ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് ഡയമെൻഷൻ ഓഫ് k. ഡയമെൻഷൻ ഓഫ് k എന്താണ്, m(t⁻²). ഗുഡ്. ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് മാസ് എന്താണ്, m. വെരി ഗുഡ്. അടുത്തത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. m എന്തായാലും കട്ട് ചെയ്തു. പിന്നെ ബാക്കി എന്ത് വരിക, റൂട്ട് t⁻². റൂട്ട് ഓഫ് t⁻² എങ്ങനെ എടുക്കണം, റൂട്ട് x⁻² എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു, x⁻⁻1. റൂട്ട് ഓഫ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻1/2 ആണ്. അപ്പൊ റൂട്ട് ഓഫ് x⁻² എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് x-2 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ദാറ്റ് ഈസ് എന്താവും, x⁻1 എന്ന് കിട്ടും. അപ്പൊ t⁻² റൂട്ട് എടുത്താൽ എന്ന് കിട്ടും, t⁻1. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ എന്താണ്, t⁻1. റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡയമെൻഷൻ t⁻1. സോ ഡയമെൻഷൻ ഓഫ് LHS is equal to the dimension of RHS.
So the given equation is dimensionally correct. Very good. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. നാലാമത്തെ ഇക്വേഷൻ ആണ് F is equal to mv square. F is equal to mv square. Where F is the force, m is the mass, y is the velocity. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ട്രൈ. The dimension of left hand side, dimension of LHS is equal to the dimension of force. What's the dimension of force? Yes, m l t raised to minus 2. m l t raised to minus 2. Good. Then the dimension of RHS. Dimension of RHS ഇവിടെ ഒരു ടേം ഉള്ളൂ അല്ലേ? Dimension of എന്താണ്? mv square. What's the dimension of m? m ന്റെ dimension എന്താ? m തന്നെ. Dimension of v എന്തായിരുന്നു? l t raised to minus 1. അതിനെന്ത് വേണം? സ്ക്വയർ വേണം. സ്ക്വയർ. അപ്പോൾ that is equal to the dimension of m. l ന്റെ സ്ക്വയർ എന്താണ്? l സ്ക്വയർ. t raised to minus 1 ന്റെ സ്ക്വയർ എന്താ? tx raised to minus 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to minus 1 into 2 എന്നാണ് വരും. അപ്പോൾ that is equal to x raised to minus 2. അപ്പോൾ t raised to minus 1 ന്റെ സ്ക്വയർ എന്ത് വരാ? t raised to minus 2. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ml t raised to minus 2. റൈറ്റ് ഹാൻഡ് സൈഡോ m l square t raised to minus 2. So here the dimension of LHS not equal to the dimension of RHS. So the given equation is not correct. Not dimensionally correct എന്ന് പറയണമെന്നില്ല. The given equation is wrong. അല്ലെങ്കിൽ the given equation is not correct എന്ന് പറഞ്ഞാൽ മതിയാണ്. അപ്പോൾ ഇവിടെ LHS ന്റെ RHS ന്റെ ഡയമെൻഷൻ എന്തല്ല? സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷന് ഡയമെൻഷനലി റോങ് ആണ്. ഇനി ഇതിന്റെ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to mv square divided by r ആണ്. F ൽ mv square divided by r ആണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. mv square by r ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം തന്നെ. റൈറ്റ് ഹാൻഡ് സൈഡിൽ mv square divided by എന്ത് വരണം? r കൂടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ r ന്റെ ഡയമെൻഷൻ എന്താ വരിക? ഡിവൈഡ് ബൈ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. r is the radius. റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ലെങ്ത് ആണ് l. അപ്പോൾ ഡിവൈഡ് ബൈ എന്ത് വരും? ഇവിടെ l എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഡിവൈഡഡ് ബൈ ആരുണ്ടാവും? l ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരെല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്താ കിട്ടും? ml t raised to minus 2 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ എന്താ? കറക്റ്റ് ആവും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് mv സ്ക്വയർ എന്ന് മാത്രം എടുത്താൽ the given equation is wrong. mv square by r എന്നുണ്ടെങ്കിലോ the given equation is dimensionally correct. ഓക്കെ, ഇനി അടുത്ത ഒരു ഇക്വേഷൻ കൂടെ തരാം. ഇത് നമ്മൾ പറയുന്നത് അടുത്ത ഇക്വേഷൻ h is equal to v square sin square theta divided by 2g. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാട്ടെ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, സാർ ആ ഇക്വേഷനിൽ സാർ ഇതുവരെ പറയാത്തൊരു കാര്യം ഉണ്ട് എന്നുള്ളത് അല്ലേ? ഏതാ? സൈൻ. സൈൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സൈൻ, കോസ്, ടാൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അതൊക്കെ എന്തിടാം? അതിന് നമ്മൾ പറയാം ട്രിഗണോമെട്രിക് ടേം. We have no idea about the dimension of trigonometric term. Exponential, logarithmic, അങ്ങനെയുള്ള ടേംസിലൊന്നും ഇല്ല. ഡയമെൻഷൻ അനാലിസിസ് gives no information. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 പൈ ഒക്കെ നമ്മൾ എന്താ ചെയ്തേ? അതേപോലെ ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? യെസ്, ഗുഡ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് that is equal to the dimension of h. What's the dimension of h? h is the maximum height. Maximum height എന്ന് പറയുമ്പോൾ height, length l. Good. What's about the dimension of RHS? RHS ഇവിടെ എന്താണ്? v square sin square theta divided by 2g. What's the dimension of v? v is the velocity. നേരത്തെ നമുക്ക് What's v? v is the velocity. നേരത്തെ നമ്മൾ ചെയ്യുന്നതാണ്. എന്താ അതിന്റെ ഡയമെൻഷൻ? l t raised to minus 1. v square ആവുമ്പോൾ എന്ത് ചെയ്യണം? l t raised to minus 1 square. Sin, no idea. Then theta. Theta is the angle of projection. What's the dimension of angle? Yes, angle is a dimensionless physical quantity. So no dimension. Then what about 2g? 2? No idea. Then what about g? നേരത്തെ നമ്മൾ ചെയ്യുന്നല്ലേ?
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എൽ ടി റൈസ് ടു മൈനസ് 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു മൈനസ് 1. എൽ സ്ക്വയർ വരുന്നില്ലേ, ടി റൈസ് ടു മൈനസ് 1 സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തല്ലേ, ടി റൈസ് ടു മൈനസ് 2 സ്ക്വയർ, മൈനസ് 1 സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ ടി റൈസ് ടു മൈനസ് 2. അപ്പോൾ എന്താ ഇവിടെ ടി റൈസ് ടു മൈനസ് 2 ടി റൈസ് ടു മൈനസ് 2 കട്ടായി, എല്ല് ഒരെല്ല് കട്ടാവും, പിന്നെ ബാക്കി എന്താ ഉള്ളത്, എൽ എന്നുണ്ടാവും. സോ എൽ എന്ന്. So here the dimension of left hand side L. What about the dimension of right hand side? Again L. So നമ്മൾ ഉടനെ താഴെ എന്ത് ചെയ്യണം, dimension of LHS is equal to the dimension of RHS. So the given equation is dimensionally correct. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത് dimensional correctness of an equation എങ്ങനെ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അതൊരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഏതാ പ്രിൻസിപ്പിൾ എഴുതിയത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ ഇത്രയും ചെയ്തത് അല്ലേ. ഓരോ ടേമിൻ്റെതും ഡയമെൻഷൻ എന്താണെന്ന് നോക്കി അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. P plus A by V square into V minus B is equal to RT, where P is the pressure, V is the volume, R is a universal gas constant, T is absolute temperature, A is a constant, B is also a constant. Find the dimensions of A and B. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കുക. P plus A by V square into V minus B is equal to RT. Terms P pressure, V volume, T absolute temperature, R universal gas constants. The A and B are constants. Then find the dimensions of A and B. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയിലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. എന്താ പറയുന്നത്? യെസ്, നമ്മൾ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ പ്രഷറിന്റെ കൂടെ ആരെയാണ് ആഡ് ചെയ്തേക്കുന്നത്? A by V സ്ക്വയർ ആണ് ആഡ് ചെയ്തത്. വോളിയത്തിൽ നിന്നും ആരെയാണ് സബ്ട്രാക്ട് ചെയ്തത്? ബിയിനാണ് സബ്ട്രാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുന്നത്? Quantities, physical quantities may be added together or subtracted from one another only if they have the same dimensions. ഇങ്ങനെയല്ലേ നമ്മളോട് പറഞ്ഞേ? ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ പ്രഷറിന്റെ ഡയമെൻഷനും A by V സ്ക്വയറിന്റെ ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ അല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം? Here by the principle of homogeneity. Principle of homogeneity പറയുന്നത് physical quantities may be added together only if they have the same dimension. Physical quantities may be subtracted from one another only if they have the same dimensions. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. The dimension of ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ dimension of pressure is equal to എന്തായിരിക്കണം? Dimension of A divided by dimension of V square. അപ്പോൾ നമുക്ക് ഈ ഡയമെൻഷൻ A ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? V സ്ക്വയറിനെ അടുത്ത ടേമിലേക്ക് കൊണ്ടുവരണം. മീൻസ് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ടേം ഇപ്പുറത്തെ എവിടെ പോവാം? ന്യൂമറേറ്ററിലേക്ക് പോകും. പഠിച്ചിട്ടുണ്ടാവില്ല, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? A divided by B is equal to C divided by D. അങ്ങനെയാണെങ്കിൽ A is equal എന്താ വരിക? C by D അവിടെ തന്നെ ഉണ്ടാവും. ഈ B എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ്. അത് എവിടത്തേക്ക് പോകും? ന്യൂമറേറ്ററിലേക്ക് പോകും. ന്യൂമറേറ്ററിലേക്ക് പോകും. B ന്യൂമറേറ്ററിലേക്ക് പോയാൽ A is equal എന്ന് കിട്ടും CB divided by D എന്ന് കിട്ടും. സപ്പോസ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ AB equal to CD ആണ്. അപ്പോൾ A is equal എങ്ങനെ വരിക? C divided by D ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? AB equal to C by D ആണ്. അങ്ങനെ ആകുമ്പോൾ A equal to C by D അവിടെ തന്നെ ഉണ്ടാവും. ഈ B എവിടെയാണ്? ന്യൂമറേറ്ററിലാണ്. അതെങ്ങോട്ടേക്ക് പോവാ? ഡിനോമിനേറ്ററിലേക്ക് പോകും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിൽ ഡയമെൻഷൻ ഓഫ് A is equal to എന്താ വരിക? A മാത്രം ഇവിടെ വരുമ്പോൾ ഡയമെൻഷൻ ഓഫ് B ഓൾറെഡി ഇവിടെ ഉണ്ടാവും. ദെൻ പിന്നെ ആര് വരും? V സ്ക്വയർ എവിടത്തേക്ക് വരാം? ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് V സ്ക്വയർ. വാട്ട്സ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ? പ്രഷർ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. പ്രഷർ പറഞ്ഞോ? പ്രഷറിന്റെ അതേ ഡയമെൻഷനിൽ വേറെയും ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രഷർ, സ്ട്രെസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അതിനൊക്കെ എന്താണ്? സെയിം ഡയമെൻഷൻ. എന്താ ഡയമെൻഷൻ? M L raised to -1 T raised to -2. Then V ഇവിടെ എന്താ പറയുന്നത്? വോളിയം. വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. അപ്പോൾ L ക്യൂബ്.
എൽ ക്യൂബ്. എൽ ക്യൂബിന് ഇവിടെ എന്തുണ്ട്? സ്ക്വയർ ഉണ്ട് അല്ലേ? ബി സ്ക്വയർ ഇല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ എന്താ വരിക? എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 എൽ റൈസ് ടു എൽ ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ക്യൂബ് ഇൻറ്റു 2 എന്നാണ് എടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ എത്ര? എക്സ് റൈസ് ടു 6. അല്ലാതെ 3യുടെ സ്ക്വയർ എടുത്തിട്ട് 9 എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ എൽ റൈസ് ടു 6. പിന്നെ ഇവിടെ ആരുണ്ട്? എം എൽ റൈസ് ടു -1 എൽ റൈസ് ടു 6 ഉണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവാ? എൽ റൈസ് ടു -1 ഇൻറ്റു എൽ റൈസ് ടു 6 ദാറ്റ്സ് ഈക്വൽ ടു എൽ റൈസ് ടു -1 പ്ലസ് 6. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ റൈസ് ടു 5. അപ്പോൾ എം എൽ റൈസ് ടു 5 ടി റൈസ് ടു -2 എന്ന് കിട്ടും. ആരുടെ ഡയമെൻഷൻ? ഡയമെൻഷൻ ഓഫ് ഇ. ഇവിടെ നമ്മൾ എങ്ങനെ ഏതാ യൂസ് ചെയ്താൽ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയിൽ സെയിം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ടുഗദർ ഓൺലി ഇഫ് ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻസ്. അതേപോലെ തന്നെ ബിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്. ഡയമെൻഷൻ ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കുക? ബി ഏതെന്നാണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്? വോളിയത്തിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? Physical quantities may be subtracted from one another only if they have the same dimension. So by the principle of homogeneity, very simple. നമുക്ക് എന്താ പറയാ? Dimension of B is equal to the dimension of volume. That is equal to the L cube. അപ്പോൾ dimension of A യും dimension of B യും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ആ സ്റ്റേറ്റ്മെന്റ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 2 അസൈൻമെന്റ് തന്നിരുന്നു. F is equal to Gm1 m2 divided by r square. F is the gravitational force, G is the gravitational constant, m1 m2 mass, d is the distance. Find the dimension of G. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ജിയുടെ ഇക്വേഷൻ ഉണ്ടാക്കണം. G is equal to d square ആണ്. G equal എന്താ വരിക? ഡി എവിടെ പോകുന്ന നേരത്തെ പറഞ്ഞ ഡി ഇവിടെ എഫ് അവിടെ തന്നെ ഉണ്ടാവും. ഡി ഇവിടെ എവിടെയുള്ളത്? ഡിനോമിനേറ്ററിലാണുള്ളത്. ഡിനോമിനേറ്ററിൽ ഡി ഈക്വൽ സൈൻ ഇപ്പുറത്തേക്കോ എടുത്തേക്ക് പോവാം? ന്യൂമറേറ്ററിലേക്ക് പോകും. m1 m2 ന്യൂമറേറ്ററിലാണുള്ളത്. അത് എങ്ങോട്ടേക്ക് പോകും? ഡിനോമിനേറ്ററിലേക്ക് പോകും. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ കൂടി ഞാനൊക്കെ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ദാറ്റ്സ് ഈക്വൽ ടു ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡയമെൻഷൻ ഓഫ് എഫ് ഇൻറ്റു ഡി സ്ക്വയർ divided by dimension of m1 m2 എന്നാണ് വരിക. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എഫ് എന്തായിരുന്നു? m l t raised to -2. ഡയമെൻഷൻ ഓഫ് d സ്ക്വയർ, d എന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്ത് കിട്ടും? l സ്ക്വയർ divided by ഡയമെൻഷൻ ഓഫ് m1 എന്താണ്? m. ഡയമെൻഷൻ ഓഫ് m2 എന്താണ്? m. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു m കട്ട് ചെയ്ത് കളയാം. ദാറ്റ്സ് ഈക്വൽ ടു m മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് എടുക്കണം? m raised to -1. m raised to -1. പിന്നെ എല്ലും എൽ സ്ക്വയറും കൂടെ എന്താ അവിടെ? എൽ ക്യൂബ് ടി raised to -2 എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനത് ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു m raised to -1 എൽ ക്യൂബ് ടി raised to -2. പിന്നെ അതുപോലെ F is equal to eta A into dv by dx. F is the viscous force, eta coefficient of viscosity, A area, dv by dx എന്നാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, dx ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇക്വേഷൻ കുറിച്ച് ഒന്നും ബോധർ ചെയ്യേണ്ട. വി ഹാവ് ടു ഫൈൻഡ് ഓൺലി ദ ഡയമെൻഷൻ ഓഫ് വിസ്കോസിറ്റി, ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. നേരത്തെ അതേപോലെ തന്നെ മെജോറിറ്റി കുട്ടികൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ എന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതാം. ഈറ്റ ഈക്വൽ എന്താ വരാം? എഫ് ഇവിടെയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിലെ ടേംസ് ഒക്കെ ഈക്വൽ സൈൻ്റെ അപ്പുറത്തെ സൈഡോ ന്യൂമറിലേക്ക് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എന്താ വരാം? ഡി എക്സ് എന്ന് ന്യൂമറേറ്ററിലേക്ക് പോകും. ഡിവൈഡഡ് ബൈ എ ഡി വി എവിടെ വരാം? ഡിനോമിനേറ്ററിലേക്ക് വരും. എ ഇൻറ്റു ഡി വി എന്ന് കിട്ടും. പിന്നെ ഡയമെൻഷൻ ഓഫ് ഈറ്റ, ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എഫിന്റെ ഡയമെൻഷൻ എന്താണ്? എഫിന്റെ ഡയമെൻഷൻ എം എൽ ടി റൈസ് ടു -2 അല്ലേ? ഡി എക്സ് എന്നാണ് ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താ വരിക? എൽ ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? എൽ സ്ക്വയർ. ഡി വി എന്താണ്? വെലോസിറ്റി ആണ്. എൽ ടി റൈസ് ടു -1. പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലും കൂടെ എന്താവും? എൽ സ്ക്വയർ. ഒരെല്ല് എൽ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി ആരാ അവിടെ ഉള്ളത്? എം അവിടെ ഉണ്ട്. എം ഉണ്ട്. എം
എൽ മുകളിലേക്കും എന്തായിട്ട് മാറുന്നത് എൽ റൈസ് ടു -1. പിന്നെ ടി റൈസ് ടു ആരുണ്ട് അവിടെ -2 ഉണ്ട്. ദെൻ ടി റൈസ് ടു -1 മുകളിലേക്ക് എടുക്കുക എന്താവും ടി റൈസ് ടു 1 എന്നാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ എന്താണ് -1. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ ഇത് രണ്ടും മുഴുവൻ കുട്ടികളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കറക്റ്റ്നെസ്, ഹൗ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡയമെൻഷൻസ്, ഓരോ ടേമിന്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കുക. അത് കറക്റ്റ് എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് v സ്ക്വയർ ഈക്വൽ ടു v0 സ്ക്വയർ പ്ലസ് 2as, where v is the final velocity, v0 is the initial velocity, a is the acceleration and t is the time. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ v is equal to root of e by d, where e is the speed, v is the speed, e is the modulus of elasticity and d is the density. And check the correctness of these two equations. അപ്പോൾ നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ടു ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണുക, അതിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.